എന്താ അമ്മേ? അവർക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. നീ വാ, ചോദിക്കാം. എന്താ അമ്മേ, കിടക്കുന്നില്ലേ? ഓ, ഉറക്കം വരുന്നില്ല മോളെ. ഓരോരോ ചിന്തകളാ. ചിന്തിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉള്ള മുത്തശ്ശി? ആ താലി അതവിടെ ഇതുവരെ ഊരിയില്ല മോനെ. സുതിമോൻ ഇട്ടുകൊടുത്തതല്ലേ ആ താലി, അത് ഊരാതെങ്ങനെയാ? ഞാനത് പറഞ്ഞിട്ട് മനോഹരനടക്കം ആർക്കും മനസ്സിലാവുന്നില്ല. ശരിയാ, ശുദ്ധ തോന്നിയാസം അവളെ കാണിക്കുന്നേ. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ, ബലമായിട്ട് ഊരി വാങ്ങണമായിരുന്നു. ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു നിങ്ങളുടെ സ്ഥാനത്ത്. വിവരം അറിഞ്ഞേനെ അവൾ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മനോഹരൻ അവളുടെ പക്ഷത്തല്ലേ. മുത്തശ്ശി വിഷമിക്കണ്ട. ആ താലി പ്രശ്നം നമുക്ക് പരിഹരിക്കാം. എങ്ങനെ? ദേവിക ആ താലി ഊരും, എങ്കിലേ കല്യാണം നടക്കും. അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കല്യാണം നടക്കില്ല എന്ന് മുത്തശ്ശി കരുതിയാ മതി. നീ പറഞ്ഞാലൊന്നും അവള് കേക്കില്ല മോനെ. മുത്തശ്ശിക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അതില്ല. അപ്പോ ഇത് നടക്കും. ഒന്നെങ്കിൽ അവള് താലിയൂരും, അല്ലെങ്കിൽ സിദ്ധുവിനെ അവള് കല്യാണം കഴിക്കില്ല. കല്യാണം നടന്നോട്ടെ മോനെ, പക്ഷെ ആ താലി ഇട്ടോണ്ടാവരുത്. മുത്തശ്ശി സമാധാനായിട്ടിരിക്കേ. മുത്തശ്ശിയുടെ സങ്കടം നാളത്തോടെ മാറും. മുത്തശ്ശിക്കൊരു വിഷമം ഉണ്ടായ അത് പരിഹരിച്ചു തരാനാണല്ലോ ഞാൻ. വേറെ ആര് ചെയ്തില്ലെങ്കിലും ഞാൻ അത് ചെയ്തിരിക്കും. അത് ശരിയാ. എന്റെ കൊച്ചിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ആണല്ലോ. എന്നാ പോയി സമാധാനത്തെ ഉറങ്ങ. നാളെ ദേവിക താലി ഊരിയിരിക്കും. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. അവള് താലി ഊരൂടാ? ഇല്ല. അപ്പൊ നീ അവരോട് പറഞ്ഞത്? അതിനി കല്യാണം നടക്കണ്ടേ അമ്മേ.